നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആര്യ, വീണ്ടും ഒരു ശുഭദിനം പിറന്നിരിക്കുകയാണ്. ഏറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയാണ് എന്ന് ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള കന്യാസ്ത്രീകളുടെ സമരം അതിശക്തമായി ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആണെന്ന് ഒട്ടേറെ പദ്ധതികൾ ഈ ഒരു ദിവസത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുമെന്നും ജനങ്ങൾ വാരണാസിയിലായിരിക്കും ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുക. ഒരുപാട് വാർത്തകളുണ്ട് ഇന്നത്തെ ദിവസം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് കിടക്കാം. നീതിക്കായി തുടരുന്ന പോരാട്ടം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം കൂടുതൽ ശക്തമാക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീയുടെ സഹോദരിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ പി ഗീതയും ഇന്നു മുതൽ നിരാഹാരം ആരംഭിക്കും. ഫ്രാങ്കോ മുളയ്ക്കൽ ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനിരിക്കെയാണ് സമരം ശക്തമാകുന്നത്. ഇന്നും നാളെയുമായി സംസ്ഥാന വ്യാപകമായി കൂടുതലിടങ്ങളിൽ സമരം ആരംഭിക്കാനാണ് തീരുമാനം. കോഴിക്കോട്ട് MN കാരശ്ശേരിയുടെ നേതൃത്വത്തിലാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാമൂഹിക സമത്വ മുന്നണിയുടെയും തൊടുപുഴയിൽ സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് സമരം. സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി മുൻ മന്ത്രി KR ഗൌരിയമ്മയും കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയും അറിയിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ബുധനാഴ്ച ഹാജരാകുമെന്ന് പഞ്ചാബ് പോലീസ് അന്വേഷണ സംഘത്തെ അറിയിച്ചു. ബിഷപ്പ് എത്തും മുൻപ് അന്വേഷണ സംഘം യോഗം ചേർന്ന് കേസിൽ അന്തിമ നിഗമനത്തിലെത്തും. യോഗത്തോടെ ബിഷപ്പിനോടുള്ള ചോദ്യാവലിയുടെ കാര്യത്തിലടക്കം അന്തിമ തീരുമാനം കൈക്കൊള്ളും. പരാതിക്കാരിയായ കന്യാസ്ത്രീ ധ്യാനം കൂടുന്നതിനായി അട്ടപ്പാടിയിലെത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ മാർപ്പാപ്പയ്ക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് കത്തിലുള്ള വിവരമെന്ന് വ്യക്തമായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ഇക്കാര്യത്തിൽ ഈ കത്തിനെ സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പാണ് ജലന്ധർ രൂപത PRO പീറ്റർ കാവുപുറം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ബിഷപ്പിനെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭരണ നിർവഹണ ചുമതലയിൽ നിന്നും തന്നെ താൽക്കാലികമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കത്ത് നൽകിയതായി രൂപത വക്താവ് അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ കേസിൽ ആരോപണത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കേരളത്തിലേക്ക് പോകേണ്ട സാഹചര്യവും മറ്റും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഭരണ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായി കത്തിൽ പറയുന്നത്. എന്തായാലും മാർപ്പാപ്പയുടെ പ്രതിനിധിക്ക് 16-ാം തീയതി, അതായത് ഇന്നലെ ഈ കത്ത് കൈമാറിയിട്ടുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്. കത്ത് കൈമാറുകയും ഇതിൽ മാർപ്പാപ്പയുടെ അനുമതി എത്രയും വേഗം ലഭിക്കുമെന്നാണ് കരുതുന്നതായും ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും തുടരണമെന്നും ഈ ഒരു വാർത്താക്കുറിപ്പിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തേന് തുടർച്ചയായുള്ള ഒരു നടപടിയായി വേണം ഇതിനെ കണക്കാക്കാൻ. മാർപ്പാപ്പയോടും തന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ബിഷപ്പിനെ പുറത്താക്കാൻ അടക്കമുള്ള നീക്കങ്ങൾ വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു. അതിന്റെ മുന്നോടിയായി തന്നെയാണ് താൻ സ്വയം മാറി നിൽക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതായത് ശ്രീജിത്ത്, പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാർപ്പാപ്പയ്ക്ക് കത്ത് നൽകുന്നു, ബുധനാഴ്ച എത്തുമെന്ന് അറിയിക്കുന്നു. പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് അവരുടെ നടപടികളോട് സഹകരിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണോ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കാൻ ഫ്രാങ്കോ മുളയ്ക്കലിനെ സംബന്ധിച്ചാകില്ല എന്നതാണ് വസ്തുത. കാരണം ഈ കേസിൽ അന്വേഷണ സംഘം വളരെ ശക്തമായി അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യം ഫ്രാങ്കോയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയാൽ അത് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കും എന്നത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫ്രാങ്കോയുടെ പുതിയ നീക്കം. മാത്രവുമല്ല, വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് പുറത്താക്കുന്ന ഒരു നടപടിക്ക് മുന്നേ സ്വയം താൽക്കാലികമായി മാറി നിൽക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ കാണിക്കുന്നത്. എന്തായാലും വത്തിക്കാന്റെ ഭാഗത്ത് നിന്ന് തുടർന്നെടുക്കുന്ന നടപടികൾ തീർച്ചയായും നിർണായകമാണ്. ഒരുപക്ഷെ അവർ ഫ്രാങ്കോ മുളയ്ക്കലിനെ പുറത്താക്കാനുള്ള സാധ്യത തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
എന്തായാലും ഈ കത്തിൽ മാർപ്പാപ്പയുടെ മറുപടി എന്ത് എന്നത് ഇനി നിർണായകമാണ്. ശ്രീജിത്ത്, ഇതിൽ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. ബുധനാഴ്ച ഫ്രാങ്കോ എത്തും എന്നറിയുന്നു. അതിന് മുന്നോടിയായി അദ്ദേഹത്തോട് ചോദിക്കാനുള്ള തരത്തിലുള്ള ചോദ്യാവലി തയ്യാറാക്കുക തുടങ്ങി ഇപ്പോൾ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്കാണോ അന്വേഷണ സംഘം കടക്കുന്നത്? ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കങ്ങൾ? അന്വേഷണ സംഘം 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി ജില്ലയ്ക്ക് പുറത്തുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അട്ടപ്പാടിയിലെ സെഹ്യൂൺ ധ്യാന കേന്ദ്രത്തിലടക്കം അവർ പരിശോധന നടത്തുകയും അതിന്റെ ഡയറക്ടറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കന്യാസ്ത്രീയുടെ മൊഴിക്ക് ആ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന പല ആളുകളെയും നേരിട്ട് കണ്ട് അവരുടെ കൂടി മൊഴിയെടുക്കാനുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അത് കൂടുതൽ കേസിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഒരു അറസ്റ്റിന് ശേഷം ഒരു തിരിഞ്ഞുനോട്ടം പോലീസിനെ സംബന്ധിച്ച് സാധ്യമല്ല. നാളെ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരാനാണ് അവർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. എപ്പോഴാണോ ഈ യോഗം ചേരാൻ സാധിക്കുക അപ്പോൾ യോഗം ചേരുക, അതായത് അന്വേഷണം പൂർത്തിയാക്കി യോഗം ചേരുക എന്നതാണ് അവരുടെ തീരുമാനം. ചുമതലകളിൽ നിന്നെല്ലാം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കൽ മാർപ്പാപ്പയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ബുധനാഴ്ച അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഫ്രാങ്കോയുടെ നീക്കങ്ങൾ. വിശദാംശങ്ങളാണ് ജി ശ്രീജിത്ത് നൽകിയത്. മറ്റ് വാർത്തകളോട് കടക്കുമ്പോൾ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ രേഖകൾ ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട 35 രേഖകൾ കൂടി പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന് നൽകണമെന്നാണ് ആവശ്യം. 85ഓളം രേഖകൾ ഇതിനകം നൽകിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കേസിന്റെ വിചാരണ അനിശ്ചിതമായി നീട്ടാനാണ് പ്രതിഭാഗത്തിന്റെ ശ്രമമെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. ഒരുപക്ഷെ പ്രളയത്തിന് ശേഷമുള്ള പുനർജീവനം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ വന്ന പ്രതിസന്ധിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും. അതോടൊപ്പം തന്നെ അവരെയാണ് നമ്മൾ 3 മണിക്കൂറോളം ചർച്ച ചെയ്തത്. ഭൗമരോഷം എന്ന ഒരു വലിയൊരു അവയർനെസ് ക്യാമ്പയിൻ തന്നെയായിരുന്നു ന്യൂസ് 18 പ്രേക്ഷകർ മുൻപാകെ കാഴ്ചവെച്ചത്. ഒരുപക്ഷെ കാർഷിക മേഖല തന്നെയാണ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. പ്രളയം കഴിഞ്ഞപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കാർഷിക മേഖല കടന്നു പോകുന്നത്. മേൽമണ്ണ് ഒലിച്ചുപോയതും കാലാവസ്ഥയിലുണ്ടായ മാറ്റവുമെല്ലാം കർഷകർക്ക് തിരിച്ചടിയായി. അർഹമായ നഷ്ടപരിഹാരം പോലും കിട്ടുമെന്നുറപ്പില്ലാത്തതുകൊണ്ട് കൃഷി തന്നെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പലരും. ഈ കൊല്ലം എന്താണെന്ന് വെച്ചാൽ 30 പറയോളത് നഷ്ടപ്പെട്ട് പട്ട ചീഞ്ഞ് ബന്ധാരെ പിന്നെ ഉണ്ടാക്കി, പിന്നെ ഉഴുത് ചവിട്ടി, പിന്നെ അത്ര തന്നെ അല്ലാതെ കുറച്ചിട്ടിട്ട് അതിപ്പോൾ ഉണങ്ങിയും പോവുക. ഇനി നിർത്താൻ പോവുക, വയസ്സുകാരോ പറ്റ നിർത്തുക. പെരുവാട്ടിൽ കുഞ്ഞന്റെ മാത്രം വാക്കുകളല്ലത്. പ്രളയം തകർത്തു കളഞ്ഞത് ഏതു ദുരിതത്തിലും മണ്ണിൽ വിത്തിറക്കി പണി ചെയ്തിരുന്ന ആയിരക്കണക്കിന് കർഷകരെയാണ്. വെള്ളമിറങ്ങിയതിനു ശേഷവും കരയിലും വയലിലും അവശേഷിച്ചവയെല്ലാം നശിച്ചു പോകുന്നു. വീണ്ടും നട്ട വിത്തും തൈകളും പോലും മുളയ്ക്കാത്ത അവസ്ഥ. വളക്കൂറുള്ള മണ്ണ് ഒലിച്ചു പോയി, എല്ലാം വെള്ളത്തിൽ നിന്ന് ഒലിച്ചു പോയില്ലേ, അതൊക്കെ വെള്ളമായിട്ട് പുറത്തു പോയി. ഇപ്പം നമുക്ക് വെറും ഒരു ചണ്ടിമാതിരി നിൽക്കുന്നതാണ്. ഒരു വളക്കൂറും ഇല്ല വയലിലോ അല്ലെങ്കിൽ ഇപ്പോൾ തെങ്ങിൻ്റെ ചൂട്ടിലായാലും ശരി, ഒന്നിൻ്റെ ചൂട്ടിലും. കാർഷിക മേഖലയിലേക്ക് കടന്നുവന്ന പുതിയ തലമുറയെ കൂടി വഴിമാറി നടക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ. ഇതിലൊന്നും ഒരു രക്ഷയില്ല എന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനി ആരും ഈ മേഖലയ്ക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് കൃഷിയെ ഭാഗത്തുനിന്ന് വിട്ടുപോകാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യണം. എല്ലാ പ്രതികൂല ഘടകങ്ങൾക്കിടയിലും മണ്ണും വയലും ഒരുക്കി ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് ചിലർ. ട്രാക്ടറുകൾക്ക് പകരം കാളകളെ കൊണ്ടുഴുത് ആഴത്തിൽ മണ്ണിളക്കി വളക്കൂറുണ്ടാക്കാനാണ് ശ്രമം. എല്ലാം തകർത്തെറിഞ്ഞ പ്രളയത്തിന് ശേഷം പഴയ ജീവിതം പതുക്കെ തിരിച്ചുപിടിച്ചു തുടങ്ങുകയാണ് കർഷക ജനത. പക്ഷേ പ്രകൃതിയും കാലാവസ്ഥയും പ്രതികൂലമാകുമ്പോൾ അതിജീവനം അത്ര എളുപ്പമാകുമോ? ആശങ്കകൾ ബാക്കിയാണ്. മുക്കം മണാശ്ശേരിയിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ദിവ്യ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്, 68ാം പിറന്നാളാണ്. സ്വന്തം മണ്ഡലമായ വാരണസിയിലാണ് മോദി ജന്മദിനം ചിലവഴിക്കുന്നത്. ഇന്നും നാളെയും അദ്ദേഹം വാരണസിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഉച്ചയോടെ മണ്ഡലത്തിലെത്തുന്ന മോദി വാരണസി ജില്ലയിലെ നരൌർ ഗ്രാമത്തിൽ കാശി വിദ്യാപീഠത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ആംഫി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ 500 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകും. മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ 68 ഇടങ്ങളിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും.
RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രഭാഷണ പരമ്പര ഇന്നു മുതൽ ഡൽഹിയിൽ ആരംഭിക്കും. 40 വർഷത്തിന് ശേഷമാണ് RSS ദേശീയ പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സെമിനാറിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും പ്രമുഖ നേതാക്കൾ ആരും പങ്കെടുക്കില്ലെന്നാണ് സൂചന. BJP ഗോവ ഘടകത്തിന്റെ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് യോഗം. സംസ്ഥാനത്ത് ഭരണം സ്തംഭിച്ചെന്നാരോപിച്ച് നേരത്തെ ഗോവ ഫോർവേഡ് പാർട്ടി രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഘടനാ കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയായതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിനയ് ടെണ്ടുൽക്കറുടെ വിശദീകരണം. ബ്രിട്ടന്റെ 2 ഉപഗ്രഹങ്ങളുമായി PSLV C-42 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്നലെ രാത്രി 10:08 വിക്ഷേപണം. 18 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ നിന്ന് 583 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തി. ബ്രിട്ടനിലെ സാർവേ സാറ്റലൈറ്റ് ടെക്നോളജി ലിമിറ്റഡിന്റെ നോവ SAR S14 എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ഭൌമ നിരീക്ഷണം, കപ്പൽ മാപ്പിംഗ്, വെള്ളപ്പൊക്കം ഉൾപ്പെടെ ദുരന്തങ്ങളുടെ അവലോകനം എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ഉപഗ്രഹങ്ങൾ. പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിൽ നടന്ന വിക്ഷേപണത്തിലൂടെ 220 കോടി രൂപ ISROയ്ക്ക് ലഭിക്കും. ശബരിമലയിൽ കന്നിമാസ പൂജകൾ തുടങ്ങി. പ്രളയത്തിനു ശേഷം തുറന്ന ശബരിമലയിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പൂജകൾ ആരംഭിച്ചോ? ഭക്തജനങ്ങളുടെ തിരക്കുണ്ടോ? വിശദാംശങ്ങൾ. രാവിലെ 5 മണിക്കാണ് ഇന്ന് കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. 5 ദിവസമാണ് ശബരിമല നട കന്നിമാസ പൂജകൾക്കായി തുറന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ശബരിമല നട അടയ്ക്കുകയും ചെയ്യുക. ഇന്നലെയാണ് നട തുറന്നത്. പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ശബരിമലയിലേക്ക് ഭക്തജനങ്ങളെ അനുവദിക്കുന്നത് എന്നാണ് ഇത്തവണത്തെ മാസപൂജയുടെ പ്രത്യേകത. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം പ്രളയത്തിൽ പമ്പ ഉൾപ്പെടെ വലിയ രീതിയിൽ മുങ്ങിപ്പോയിരുന്നു. അവിടെ നിന്നും നിറപുത്തരിക്കടക്കം ബന്ധപ്പെട്ടവരെ ശബരിമലയിലേക്ക് എത്തിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. പമ്പ പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങി. ഒപ്പം വലിയ മണൽത്തിട്ടകൾ രൂപപ്പെടുകയും ചെയ്തു. ഇവിടേക്കുള്ള വഴികളടക്കം തകരുകയും പാലങ്ങൾ പൂർണ്ണമായും മണ്ണ് മൂടുകയും ചെയ്തിരുന്നു. ഇത്തരം പ്രതിസന്ധികളെല്ലാം മാറ്റിയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാലം വീണ്ടെടുത്തു. സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. പമ്പ വഴി സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. രാവിലെ മുതൽ നൂറുകണക്കിന് പേരാണ് ഇവിടെ അയ്യപ്പന്റെ ദർശനത്തിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. നിലയ്ക്കലിലാണ് ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നത്. പമ്പയിലേക്ക് വാഹനങ്ങൾ കയറ്റിവിടുന്നില്ല. നിലയ്ക്കൽ ബേസ് സ്റ്റേഷനായി മാറ്റുകയും അവിടെ വരെ മാത്രമാണ് വാഹനങ്ങൾ അനുവദിക്കുകയും ചെയ്യുക. സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കുകയും ചെയ്യുക. അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പമ്പയിലേക്ക് എത്തുന്ന സന്നിധാനത്തേക്ക് വരേണ്ടുന്ന ഭക്തർ നിലയ്ക്കൽ വരെ എത്തുകയും നിലയ്ക്കലിൽ വാഹനം പാർക്ക് ചെയ്യുകയും അവിടെ നിന്ന് KSRTCയുടെ ബസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പമ്പ ത്രിവേണിയിലെ പാർക്കിംഗ് അടക്കം പൂർണ്ണമായും നേരത്തെ പ്രളയത്തിൽ മുങ്ങിയിരുന്നു. ഇവിടെ ഇപ്പോഴും അതിന് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം. KSRTC ഇന്നലെ മുതൽ 50 ബസ്സുകളാണ് KSRTC അയ്യപ്പ ഭക്തർക്കായി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഇന്നലെ KSRTC വലിയ അധിക നിരക്ക് ഈടാക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സമാന്തരമായ സംവിധാനത്തെപ്പറ്റി ആലോചിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ഇന്നലെ നമ്മളോട് പറയുകയും ചെയ്തത്. ബാറ്ററി ഉപയോഗിച്ചുള്ള വാഹനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്ന മണ്ഡലകാലത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന കാര്യമാണ് A. പത്മകുമാർ പറയുകയും ചെയ്തത്. വെള്ളിയാഴ്ചയാണ് നടയടയ്ക്കുക. നൂറുകണക്കിനായ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാം ദേവരാജാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി ലോക വാർത്തകൾ നോക്കാം. ഫ്ലോറൻസ് ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും നോർത്ത് സൗത്ത് കാരോലൈനകളിൽ പ്രളയക്കെടുതികൾ തുടരുകയാണ്. പല പട്ടണം ഇപ്പോഴും വെള്ളത്തിലാണ്. 15,000-ലധികം പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഫ്ലോറൻസ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. പക്ഷേ നോർത്ത് കാരോലൈനയിലടക്കം കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ദുരന്തത്തിൽ 16 പേർ മരിച്ചു. കനത്ത മഴയിൽ നദികളെല്ലാം കരകവിഞ്ഞു.
സൗത്ത് കാരലൈനയിൽ 1200 പേരും നോർത്ത് കാരലൈനയിൽ 15,000-ലധികം പേരും ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ന്യൂബേൺ നഗരത്തിലാണ് ഏറ്റവും അധികം നാശനഷ്ടം. പലയിടത്തും മണ്ണിടിച്ചിലുമുണ്ടായി. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിൽ കുടുങ്ങിയവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വീട് വിട്ടു പോകാനുള്ള മുന്നറിയിപ്പ് അവഗണിച്ചവരാണ് കുടുങ്ങിയത്. നാവികസേനയും സൈന്യവും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വെള്ളപ്പൊക്കമായതിനാൽ പല സ്ഥലങ്ങളിലും ഇന്ധനക്ഷാമവും രൂക്ഷമാണ്. ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണാം. 7 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. ഫ്ലോറൻസ് ഇന്ന് ഒഹോയോയിലെത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഫിലിപ്പീൻസിന്റെ വടക്കൻ തീരത്ത് ആഞ്ഞടിച്ച മങ്കൂട്ടിന്റെ ശക്തി കുറഞ്ഞു. ചുഴലിക്കാറ്റ് ദക്ഷിണ ചൈനയിലും കനത്ത നാശം വിതക്കുകയാണ്. മങ്കൂത്ത് ചുഴലിക്കൊടുങ്കാറ്റിൽ ഫിലിപ്പീൻസിൽ മരിച്ചവരുടെ എണ്ണം 64ആയി. ഫിലിപ്പീൻസിനെ വിറപ്പിച്ച മാങ്കൂട്ട് ചുഴലിക്കാറ്റ് ഹോങ്കോങ്ങും പിന്നിട്ട് ദക്ഷിണ ചൈനയിലെത്തി. ഗൗതോങ് പ്രവിശ്യയിൽ മണിക്കൂറിൽ 162 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി. ഗൗതോങ്ങിൽ വരും മണിക്കൂറുകളിൽ 250 മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകളും കൃഷിയിടങ്ങളും നശിച്ചു. 100-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. റെയിൽ ഗതാഗതവും സ്തംഭിച്ചു. മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും കടപുഴകി. റോഡുകൾ തകർന്നു. ഹോങ്കോങ്ങിൽ ബഹുനില കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു. വിക്ടോറിയ തുറമുഖത്തും നാശനഷ്ടങ്ങളുണ്ടായി. മണിക്കൂറിൽ 170 മുതൽ 260 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഫിലിപ്പീൻസിൽ ചുഴലിക്കാറ്റ് വീശിയത്. ഫിലിപ്പീൻസിൽ 64 പേർ മരിച്ചു. 50ഓളം പേരെ കാണാതായി. പല സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പ്രളയബാധിതരെ സഹായിക്കാനായി ട്രാൻസ്ജെൻഡേഴ്സിന്റെ നാടകം അരങ്ങിലെത്തുന്നു. പൂർണ്ണമായി ട്രാൻസ്ജെൻഡേഴ്സ് അഭിനയിച്ച പറയാൻ മറന്ന കഥകൾ എന്ന നാടകത്തിന്റെ ആദ്യ അവതരണം ഇന്ന് നടക്കും. സൂര്യ ഫെസ്റ്റിന്റെ സഹായത്തോടെ നിർമ്മിച്ച നാടകം തിരുവനന്തപുരം ഗണേശം ഓഡിറ്റോറിയത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങളുടെ ഉള്ളിലെ സ്ത്രീത്വത്തെ ഞങ്ങൾ തന്നെ അംഗീകരിച്ചു. ഇനി നിങ്ങളാണ് അംഗീകരിക്കേണ്ടത്. സമൂഹത്തിന്റെ അരികുകളിലൂടെ സഞ്ചരിക്കുന്നവരുടെ വേദനകൾ, പലപ്പോഴും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, പറയാൻ മറന്ന കഥകൾ എന്ന നാടകം ഉയർത്തുന്ന വിഷയങ്ങളാണിവ. ട്രാൻസ്ജെൻഡേഴ്സ് നേതൃത്വം നൽകുന്ന മഴവിൽ ധ്വനി അരങ്ങിലെത്തിക്കുന്ന 4ാമത്തെ നാടകമാണിത്. സൂര്യ കൃഷ്ണമൂർത്തിയുടെ സഹായത്തോടെയാണ് നാടകം നിർമ്മിച്ചിട്ടുള്ളത്. തമിഴ് നാടക പ്രവർത്തകൻ ശ്രീജിത് സുന്ദരമാണ് സംവിധാനം. പറയാൻ മറന്ന കഥ ഫാസ്റ്റ് ഒരു 15 வருஷம் கேரளாவில் இருக்கக்கூடிய திருநங்கைகளோடைய குடும்பம், சமூகம் இவங்கெல்லாம் சேர்ந்து எந்த அளவுக்கு இவங்களுடைய பிரச்சனைகளை பார்த்துருக்காங்க, അതും ഇവങ്ങളുടെ കഥകളെ മയ്യപ്പെടുത്തി இந்த നാടകം பண்ணியிருக்கோம். അണിയറയിൽ 5 പേരും നാടകത്തിൽ അഭിനയിക്കുന്ന 15 പേരും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. 100 രൂപ പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഭിക്കുന്ന ഫണ്ടിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് 2 പ്രദർശനങ്ങൾ ടിക്കറ്റ് വെച്ച് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ടാവുന്ന ഒരു പ്രവർത്തനം കൂടി ഞങ്ങൾ ഈ നാടകത്തിലൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. 67 മിനിറ്റാണ് നാടകത്തിന്റെ ദൈർഘ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.